നമ്മളോടൊപ്പം UDF സ്ഥാനാർത്ഥിയായ ഐഷ പോറ്റി ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ ഐഷ പോറ്റി. നമസ്കാരം. ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് ഉള്ളത്. നാളെ ജനവിധി എന്താണ് എന്നറിയാം. തികച്ചും ആത്മവിശ്വാസത്തിൽ തന്നെയാണോ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായിട്ടും. ഒരു ടെൻഷന്റെ നേരിയ കണികയെ പോലും എവിടെയെങ്കിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇല്ല, ഒരു സാധ്യതയില്ല. ജനങ്ങൾ പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ കിട്ടിയ ആ ഒരു ജനങ്ങളുടെ ഒപ്പം കിട്ടിയ ആ ഒരു പിന്തുണ ഇനിയും അങ്ങോട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷ തന്നെയല്ലേ? അത് തന്നെയാണ് ഉള്ളത്. എനിക്ക് മനസ്സിലായത്, പണ്ടും ഞാൻ എപ്പോഴും ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ വീണ്ടും മത്സരിക്കാൻ വന്നപ്പോൾ എനിക്ക് ആ ഒരു സ്നേഹമാണ് എൻ്റെ വിശ്വാസം. അവർ കാണിച്ചിട്ടുള്ള സ്നേഹമാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം. അത് തെറ്റാൻ വഴിയില്ല. തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. ഈ പ്രചാരണത്തിന് ഇറങ്ങിയ സമയത്തൊക്കെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? വളരെ നല്ല പ്രതികരണമായിരുന്നു. ഒപ്പം ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസം അവരും പങ്കുവച്ചിട്ടുണ്ടാകും. തീർച്ചയായിട്ടും. കൂടാതെ തന്നെ കൃത്യമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ ജയം ഉറപ്പാണെങ്കിൽ, ഇനി ജയിച്ചു കയറുകയാണെങ്കിൽ ആ മണ്ഡലത്തിലേക്ക് നടത്താൻ ഉദ്ദേശിക്കുന്ന വികസന കാര്യങ്ങളടക്കം മുൻനിർത്തിക്കൊണ്ടായിരുന്നു പ്രചാരണ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിൽ ഇനി നാളെ ജനവിധി എന്താണ് എന്നറിഞ്ഞാൽ ജനങ്ങൾ ആ മുന്നോട്ട് വെച്ച വികസന കാഴ്ചകളെല്ലാം ഏറ്റെടുത്തു എന്നൊരു വിശ്വാസമായിരിക്കില്ലേ ഉണ്ടാവുക? ഉറപ്പായിട്ടും. കാരണം ഞാൻ കൊണ്ടുവന്ന് വെച്ചതൊക്കെ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. അതിന് ഒരു പുരോഗതി വന്നിട്ടില്ല. വളരെ സങ്കടമാണത് കാണുമ്പോൾ. നല്ല ഫാസ്റ്റായിട്ട് തീരേണ്ട വികസന പ്രവർത്തനങ്ങൾ, ആശുപത്രി ആയാലും വിദ്യാഭ്യാസ സമുച്ചയമായാലും പോലീസ് സ്റ്റേഷൻ വെച്ചായാലും 5 കൊല്ലമായിട്ടും അതങ്ങനെ എങ്ങും എത്താതെ നിൽക്കുന്ന അങ്ങനത്തെ ഒത്തിരി പദ്ധതികളുണ്ട്. അതെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. 5 കൊല്ലം കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ അതിന്റെ ഇരട്ടിക്ക് പണിയാവും. ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ ചെയ്യാനായിട്ട്. സത്യമായ കാര്യമാണ്. അതൊക്കെ ജനങ്ങൾക്കറിയാം, ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതെ, ഇടയ്ക്ക് ചില വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നെങ്കിലും ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. എനിക്ക് ഈ വിമർശനങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ആളാണ്. എനിക്കെല്ലാം നേരെ പോകുന്ന ആളാണ്. എനിക്ക് ഉള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. എന്ത് വിമർശിച്ചാൽ ഞാൻ പാർട്ടി മാറിയെന്നൊരു വിമർശനം അല്ലാതെ ഒന്നും പറയാനില്ലല്ലോ. പാർട്ടി മാറിയെന്ന് പറഞ്ഞാൽ നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റാത്ത ഒരു ഇടത്തും ഇരിക്കാൻ പറ്റില്ല. സ്വതന്ത്രമായിട്ട് അന്തസ്സായിട്ട് ഇരിക്കാൻ കഴിയണം. അല്ലെങ്കിൽ അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. അടിമത്വമൊന്നും പറ്റത്തില്ല. നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റണം. ജീവിക്കുന്ന കാലത്ത് നല്ല അന്തസ്സോടെ സ്വതന്ത്രമായിട്ട് ജീവിക്കണം. അല്ലാതെ എവിടെയും ഇങ്ങനെ അടിമകളായിട്ട് ഇരിക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് എൻ്റെ ഒരു വ്യൂ. അതാണ് ഞാൻ തീരുമാനമെടുത്തത്. ശരി, എന്തായാലും വിജയത്തിലേക്കുള്ള എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചതിൽ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. എന്തായാലും ഐഷ പോറ്റിയാണ് നമ്മളോട് സംസാരിച്ചത്. എല്ലാവരും തികച്ചും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. ജനവിധി എന്താണെന്ന് അറിയാനുള്ള ഒരു കാത്തിരിപ്പാണ്. ടെൻഷനിന്റെ ഒരു ചെറിയ കണിക പോലും ഇല്ല. തന്നെ വിശ്വസിച്ച ജനങ്ങൾക്കൊപ്പം താൻ നിൽക്കുന്നു. ആ ജനങ്ങൾ തന്നെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഉള്ളത്. അത് തന്നെയാണ് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇനി മണിക്കൂറുകൾ കാത്തിരിക്കും തോറും ഒരു നെഞ്ചിടിപ്പ് എല്ലാ സ്ഥാനാർത്ഥികളുടെ ഉള്ളിലും ഉണ്ടാകും. അത് ഇനി നാളെ 11 മണിയോടെ കൃത്യമായ ഒരു ചിത്രം നമ്മൾക്ക് മുന്നിൽ എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ജനങ്ങൾ ആർക്കൊപ്പമായിരുന്നു എന്ന്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് അവർ മുന്നോട്ട് വെച്ച വികസന പ്രവർത്തനങ്ങൾ, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഇനി നടത്താനിരിക്കുന്ന അവർ മുന്നോട്ട് വെച്ച വികസന പ്രവർത്തനങ്ങൾ, അതിൽ ആരെ ആയിരിക്കാം ജനങ്ങൾ തീരുമാനിക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുക എന്നതിനുള്ള അവസാന ചിത്രം നാളെ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. 1 മാസം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആ വികസന ചിത്രങ്ങൾ ആരാണ് ജനങ്ങൾ പിന്തുണയ്ക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം.